ജീവിതം ഒരു അതിസാഹസിക യാത്രയാണ്. പലതരത്തിലുള്ള വഞ്ചനകളും കള്ളത്തരങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ട്. അവിടെയൊക്കെ തട്ടി വീണ് പരിക്കേൽക്കാതിരിക്കാൻ ഒരു പ്രകാശം തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമാണ്. ആ പ്രകാശം ലഭിക്കുന്നത് ദൈവ വചനത്തിലൂടെയാണ്. മനുഷ്യ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന ഒരു പ്രകാശമാണ് ദൈവ വചനം. ഉൽപ്പത്തി പുസ്തകം 22 അധ്യായം 9 മുതൽ 12 വരെയുള്ള വചനം. ദൈവം പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ അബ്രഹാം അവിടെ ഒരു ബലിപീഠം പണിതു. വിറക് അടുക്കി വെച്ചിട്ട് ഇസഹാക്കിനെ ബന്ധിച്ച് വിറകിന് മീതെ കിടത്തി. മകനെ ബലി കഴിക്കാൻ അബ്രഹാം കത്തി കയ്യിലെടുത്തു. തൽക്ഷണം കർത്താവിൻ്റെ ദൂതൻ ആകാശത്തിൽ നിന്ന് അബ്രഹാം അബ്രഹാം എന്ന് വിളിച്ചു. ഇതാ ഞാനെന്ന് വിളി കേട്ടു. ബാലന്റെ മേൽ കൈ വെക്കരുത്, അവനെ ഒന്നും ചെയ്യരുത്. നീ ഇപ്പോൾ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് എനിക്ക് മനസ്സിലായി. ഇവിടെ ദൈവം ഇടപെട്ട ഒരു സമയത്തെക്കുറിച്ചാണ് പറയുന്നത്. അബ്രഹാം തൻ്റെ മകന്റെ മേൽ കത്തി ഉയർത്തി. കത്തിയുടെ മുനയും ഇസഹാക്കിന്റെ ശരീരവും തമ്മിൽ സെക്കൻഡുകളുടെ വ്യത്യാസം. ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ദൈവം ഇടപെട്ട ഒരു കൃത്യ സമയം, ഉചിതമായ സമയത്താണ് ദൈവം ഇടപെട്ടത്. ഒരുപക്ഷെ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്നുണ്ടാകാം, എന്തുകൊണ്ട് ഇത്രയും പ്രാർത്ഥിക്കുന്ന എൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്നില്ല? നമ്മൾ വിചാരിക്കുന്ന സമയത്തല്ലായിരിക്കും ഒരുപക്ഷെ ദൈവിക ഇടപെടൽ സംഭവിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഉചിതമായ സമയത്ത് തന്നെ ദൈവം തീർച്ചയായും ഇടപെട്ടിരിക്കും. അവിടെ ഒരു വചനം എഴുതിയിരിക്കുന്നു, നീ ഇപ്പോൾ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് എനിക്ക് ഉറപ്പായി എന്ന്. പരീക്ഷണത്തിൽ അബ്രഹാം വിജയിച്ചു. വിശ്വാസത്തോടുള്ള പ്രാർത്ഥനയ്ക്ക് ദൈവം തീർച്ചയായും മറുപടി നൽകും. ഉചിത സമയത്ത് ദൈവം തീർച്ചയായും നിങ്ങളുടെ വിഷയത്തിന്മേൽ പ്രവർത്തിക്കും. ഒരുപക്ഷെ മനുഷ്യരുടെ സമയം മാറിപ്പോകുമായിരിക്കാം, പക്ഷേ ദൈവത്തിൻ്റെ സമയം തെറ്റില്ല. കൃത്യസമയത്ത് അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും ജീവിതത്തിൽ ദൈവം ഇടപെട്ടെങ്കിൽ കൃത്യസമയത്ത് തന്നെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും ഇടപെട്ടിരിക്കും. ഒരുപക്ഷെ പലവിധ പ്രശ്നങ്ങളാൽ വേദനിക്കുന്നവരായിരിക്കും നമ്മൾ. വിശ്വസിക്കുക, കൃത്യസമയത്ത് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടിരിക്കും.